എടാ കുഞ്ഞച്ചാ, കുറഞ്ഞത് 10 പവനെങ്കിലും കാണും. ഒരു കാരണവശാലും പദ്ധതി ഇത്തവണ പാളരുത്. ബൈക്കിൽ പെട്രോളൊക്കെ അടിച്ചിട്ടില്ലേടാ? പെട്രോളൊക്കെ ഉണ്ട്, പക്ഷെ വയറ്റിലൊന്നും ഇല്ലാത്ത കുമാരേട്ടാ. എടാ കുഞ്ഞച്ചാ, ഒരു കൊള്ളക്കാരന്റെ വയറ്റിലൊന്നും ഇല്ലെങ്കിലും തലയിൽ എന്തെങ്കിലുമൊക്കെ വേണം. ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ നിനക്ക് വയറ് നിറച്ച് അപ്പം മേടിച്ചു തരാം. അപ്പം വേണ്ട, പുട്ട് മതി. എന്റെ ദൈവമേ, ഈ വയറ് നിറയ്ക്കാൻ എത്ര കുറ്റി പുട്ട് വേണ്ടി വരുമോ ആവോ. എടാ പപ്പ, അവന്മാര് പറഞ്ഞത് വല്ലതും നീ കേട്ടോ? കേട്ടിട്ട് വലിയ പദ്ധതിയാണെന്നാ തോന്നുന്നത് ആശാനെ. എടാ, പദ്ധതിയുടെ വലുപ്പൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ അവന്മാര് പറയുന്നത് എന്താണെന്ന് പറ. ആശാനെ, 10 പവന്റെ സ്വർണം കൊടുത്തിട്ട് പുട്ട് വാങ്ങുന്ന പദ്ധതിയാണെന്നാ തോന്നുന്നേ. അയ്യന്റെ ആശാനെ, നിന്റെ തോന്നല് പറയാനല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കേൾക്കുമ്പോൾ കൃത്യമായിട്ട് കേൾക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബൈക്കുമായി നമ്മൾ പോകുന്നു. സാധനം കയ്യിൽ കിട്ടിയാൽ പിന്നെ വണ്ടി പരമാവധി വേഗത്തിൽ വിട്ടോളണം. അമിത വേഗത കുറ്റേരല്ലേ കുമാരേട്ടാ? ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ആശാനെ, അവരെന്തോ തട്ടിപ്പറിക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഇങ്ങനെ പോയാൽ ഈ പഞ്ചായത്തിൽ ഒന്നും കിട്ടാൻ നമ്മൾ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ. ഈ മാന്യന്മാരായ ഇവരൊക്കെ കള്ളന്മാരായ നമ്മളൊക്കെ എന്തു ചെയ്യൂടാ പപ്പാ? ഇതാണ് ആശാനെ ഈ മേക്കും പഞ്ചായത്ത് എന്ന് പറയുന്നത്. 10 പവന്റെ മാല ആ പറഞ്ഞ പെണ്ണുപിള്ളയുടെ കഴുത്തിലുണ്ടെന്ന് കുമാരേട്ടൻ എങ്ങനെ അറിഞ്ഞേ? ആ വരുന്ന പെണ്ണുമ്പിള്ള ആരുടെ പെണ്ണുമ്പിള്ളയാന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലായി, കുമാരേട്ടന്റെ പെണ്ണുപിള്ള ആണല്ലേ. എടാ പപ്പ, ഇവന്മാര് നമ്മളെക്കാളും വൃത്തികെട്ടവന്മാരാ. സ്വന്തം ഭാര്യയുടെ മാല തട്ടിപ്പറിക്കാനല്ലേ ഇവന്മാര് നോക്കണേ. ഇവന്മാരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ മാന്യന്മാരാ അല്ലേ ആശാനെ? എടാ കുഞ്ഞച്ചാ, ഒന്നിങ്ങ് അടുത്തു വന്നേ. നമ്മൾ തട്ടിപ്പറിക്കാൻ പോകുന്ന മാല എന്റെ പെണ്ണുമ്പിള്ളയുടെ അല്ല, പിന്നെ നമ്മുടെ സേട്ടുബായിയുടെ പെണ്ണുമ്പിള്ളയുടെ. ആശാനെ, ഇപ്പൊ അമ്മമാര് പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അമ്മമാര് മാറി ഇന്നാ സംസാരിക്കുന്നേ. എന്നാൽ അവന്മാരുടെ അടുത്ത നീക്കം പീഡനമാണ്. പീഡനോ? സ്വന്തം ഭാര്യമാരെ ആരെങ്കിലും പീഡിപ്പിക്കുവോ ആശാനെ? എടാ പപ്പ, എന്തിനു പോകുന്നവനാ ഈ കുവൈറ്റ് കുമാരൻ? കുവൈറ്റിലും അവന് പണി ഇതൊക്കെ തന്നെ ആയിരുന്നു. എന്നിട്ട് ഈ വൃത്തികെട്ടവൻ അവിടുന്ന് ഒന്നും ഉണ്ടാക്കിയില്ലേ? എടാ കുഞ്ഞച്ചാ, സൂക്ഷിച്ചു നിന്നു. അവൾ വരാനുള്ള സമയമായി. മുഖം തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം മറച്ചു കെട്ടാൻ മറക്കരുത്. മാത്രമല്ല, സാക്ഷിയായി ഒരാൾ പോലും ഇല്ലെന്നും ഉറപ്പുവരുത്തണം. നിങ്ങളിങ്ങനെ ഏത് സമയത്തും കീരിയും പാമ്പിനെയും പോലെ പെരുമാറിയാൽ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്ന മേക്കിംഗ് പഞ്ചായത്ത്